സ്രാവല്ല, സ്രാവിന്റെ വാപ്പ മുക്കും മൂസേന്റെ മുന്നിൽ. വെറുതെ എടീ, ഈ മൂസനെ പറ്റി എന്താ മനസ്സിലാക്കി? ഈ നാട്ടിലെത്തിയിട്ട് എത്ര കാലായി? 4 അല്ല 5 വർഷം. മൂസ ആരേനെന്ന് എന്റെ വിചാരം? എനിക്ക് വിശ്വാസമില്ല. അന്ന് ഞാനും മൂസ ഇന്റെ ഈ സൈക്കിളിന്റെ മുകളിൽ വെച്ച് കെട്ടിയിട്ടാണ് പൊന്നാനി ചന്തയെ കൊണ്ടേ കുഞ്ഞുമുക്കാക്കി വിറ്റേ. എത്രക്ക്? അന്ന് പള്ളർ ഇറച്ചും പൊറോട്ട തിന്ന ഓർമ്മയുണ്ട്. 150 കിലോന്റെ സ്രാവിനെ വിറ്റിട്ട് ഇറച്ചും പൊറോട്ട തിന്നാ? അതിന് ബാക്കിയുള്ള കായ്ക്കാടെ ഈ പെട്രോൾ മാക്സ് വാങ്ങി. പെട്രോൾ മാക്സ് ഇവിടെ ഉണ്ട്. മൂസ ഇപ്പൊ ഇവിടെ ഉണ്ട്. ഓൻ പോയി. എങ്ങട്ട്? മീൻ പിടിക്ക യുദ്ധത്തിന്. രണ്ടാമത്തെ ചോദിച്ചു സുയിപ്പാക്കുക. അറിയില്ലല്ലോ. പെണ്ണുങ്ങളെ നോക്കിട്ട് അവന്റെ ഇപ്പ വരും വേണ്ട. ഒടുക്കത്തെ പ്രാക്ടീസ് ആയിരുന്നല്ലോ. നമ്മക്കെന്ത് പ്രാക്ടീസ്? ചെക്കന്മാർക്ക് അടവ് പഠിപ്പിക്കല്ലേ? അടവ് മൊത്തം കച്ചറയാക്കണുണ്ട്. എന്തിനാ അത്? നേർച്ചയ്ക്കാ? അന്റെ വാപ്പ മൂസാന്റെ അനുസ്മരണത്തിന് ഇച്ച അതും പറഞ്ഞിങ്ങനെ കൊട്ടി നടന്നു. അതെനിക്കിപ്പൊ പറഞ്ഞ മനസ്സിലാവില്ല. ഇങ്ങനെ കൊട്ടി നടന്നീനതാ റഹ്മാനിക്ക്. മൂപ്പരിപ്പ ആരാ? മീൻകാരനോ? AR റഹ്മാൻ. ഇജ് കണ്ടോ കൊട്ടി ഒരു ദിവസം നമ്മളെ വാങ്ങും ഓസ്കാർ. നിക്കറ് വാങ്ങാൻ പൈസ ഇല്ല, അപ്പോഴാണോ എന്റെ ഓസ്കാർ. ആദ്യം സപ്ലി തീർത്തൊരു ജോലി കിട്ടോ നോക്ക്. ഈ ജാമത് വിട്. ശരിക്കും മൂപ്പരൊരു സംഭവമായിരുന്നല്ലേ? AR റഹ്മാനോ? മൂസ. എന്തേ ചോദിച്ചതാ, ഞാൻ കണ്ടിട്ടില്ലല്ലോ. കൊല്ലം 19 കൊല്ലം. വിശ്വസിക്കാൻ വയ്യ, വിശ്വസിക്കാതിരിക്കാനും വയ്യ. മൂസ രക്തസാക്ഷിയായത് മൂസാക്ക് വേണ്ടി ആയിരുന്നില്ല, മൂസാന്റെ ആങ്ങളയ്ക്ക് വേണ്ടി ആയിരുന്നില്ല, മൂസാന്റെ ഭാര്യയ്ക്കോ കുടുംബത്തിനോ വേണ്ടി ആയിരുന്നില്ല. ഈ രാജ്യത്തിന് വേണ്ടി, ഈ മാണൂരിന് വേണ്ടി, നമ്മുടെ മലപ്പുറത്തിന് വേണ്ടി. ശരിക്ക് പറഞ്ഞാല് പാകിസ്ഥാന്റെ പാട്ടൻ ടാങ്കിന്റെ മുന്നില് മൂസ നിറമാറി വിരിച്ചു നിന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയായിരുന്നു. മയ്യത്തിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഐസ് വെച്ചോടാ പോയിടാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട്, അന്ന് പാകിസ്ഥാൻകാരന്റെ ഉന്നം ഒന്ന് തെറ്റിയിരുന്നെങ്കില് നമ്മളീ കാണുന്ന മാണൂരില്ലാന്ന്. കേട്ടോ ഇതരെ ഒടുക്ക തുന്നമായിരുന്നു ആ പഹേന്. 7 പാകിസ്ഥാൻ പട്ടാളക്കാരെയാ ഓൾ നിപ്പി പെടച്ചത്. ഓള് പറയുന്നത് പാകിസ്ഥാൻ പട്ടാളക്കാരുടെ കാര്യാന്നു. പിന്നെ ഇന്ന് ബോ പറഞ്ഞില്ലേ ഓനെ കൊന്നത്? നേർക്ക് നേരക്കാൻ ഉറപ്പില്ലഞ്ഞിട്ട് എത്ര പട്ടാളക്കാരാണ് പാകിസ്ഥാന്റെയും ചൈനന്റെയും നേപ്പാളിന്റെ വരെ വെടികൊണ്ട് മരിക്കണേന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ഇന്ത്യന്റെ ഒപ്പം ഇരട്ട പറ്റ പോലെ ഉണ്ടായ പാകിസ്ഥാൻ ഓല പെരുന്നാളും പേരെടുപ്പും ഒക്കെ നമ്മുടെ നെഞ്ചത്ത്. നിർത്തണ്ടേ നിർത്തണ്ടേ? ഇത് ഒന്ന് നിർത്തിയിട്ട് പോവാൻ നോക്ക്, മനുഷ്യന്മാർക്ക് വേറെ പണി. നമ്മള് പോര ഉണ്ടാക്കുമ്പോ ചെലപ്പോ വാസ്തു നോക്കൂല, പിന്നെ ആ പോരയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോ നോക്കൂ. അപ്പൊ പണിക്കര് പറയൂ, ആ വടക്കുള്ള അടുക്കള അങ്ങോട്ട് മാറ്റണം, ആ കിഴക്കുള്ള കിണർ മൂടണോന്നൊക്കെ. എന്ന സംഭവം ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ പരയിൽ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒന്നും നോക്കാണ്ട് പൊളിച്ചു കളയണം. പടിഞ്ഞാറുള്ള പാകിസ്ഥാൻ എന്ന് പറയുന്ന ആനേനെ പോലെയാണ് പട്ടാളക്കാരൻ. എന്ത്? ചത്താലും ജീവിച്ചാലും 1000 പൊന്ന. മയ്യത്തായ ഉമ്മടെ മൂസയ്ക്ക് വേണ്ടിയല്ല, ഉമ്മടെ നാടിന് വേണ്ടി. കിസ തുന്നിയ തട്ടവുമിട്ട് കടലേകണ കൈവളയിട്ട് ഉറുമാല
പരിരാവണി മൈ എഴുതിയിട്ട്